അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇന്ന് റമദാൻ 17, ഞങ്ങളുടെ നാട്ടിലെ ബദർ ദിനത്തിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ് ഞങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്നലെ തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, ഭക്ഷണ വിതരണത്തിന് വേണ്ടിയിട്ട് ഹരോരാത്രം പരിശ്രമിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് അൽഹംദുലില്ലാഹ് വളരെയധികം നല്ല നിലയിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് തിരുവിഴാംകുന്ന് കൊന്നാരം ജുമാഅത്ത് പള്ളിയുടെ മദ്രസ അങ്കണത്തിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തകൃതിയായിക്കൊണ്ട് മൗലിദ് പാരായണം, ബദർ മൗലിദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഒരുപാട് ആളുകൾ സംഗമിച്ച ആ ഒരു സദസ്സാണ് ഇപ്പോൾ അവിടെ പ്രൗഢമായി കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ പള്ളിയുടെ സെക്രട്ടറി തെക്കൻ ഫൈസൽ, അതുപോലെ ഖജാൻജി ചേർക്കയിൽ ഉമർ സാഹിബ് ഒക്കെ വളരെ മനോഹരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ മദ്രസയുടെ പ്രസിഡന്റ് നാസർ മൗലവി ഉസ്താദ് അവറുകൾ അതിനുവേണ്ടി പിരിവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ മദ്രസ അങ്കണത്തിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാടിൻ്റെ കാരണവന്മാർ കമ്മിറ്റിയാണ് മഹാനായ നാസർ ഉസ്താദ് അവറുകൾ. അപ്പോൾ തകൃതിയായിട്ട് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ധാന്യ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിട്ട് പേക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഞങ്ങൾ പ്രവർത്തകർ, നാട്ടുകാരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കൊന്നാരം മദ്രസ അങ്കണത്തിൽ നിന്ന് ബദർ ദിനത്തിൻ്റെ ഈ മധ്യാഹ്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരുപാട് പേക്കുകൾ ആളുകൾക്ക്, നാട്ടിലുള്ള ആളുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തകൃതിയായി അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഞങ്ങൾ നാസറാക്ക വളരെയധികം ഹരോരാത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാ നാട്ടിലും നടക്കുന്നത് പോലെ തന്നെ, വർഷം തോറും നടക്കുന്നത് പോലത്തെ ആ ഒരു മനോഹരമായ കാഴ്ചയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ഞങ്ങളുടെ നാട്ടിലും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബദരീങ്ങളുടെ ആ ഒരു സ്മരണകൾ അയവിറക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബദരീങ്ങളുടെ ആ ഒരു മഹത്വമൊക്കെ എടുത്തു പോയൊരു കാഴ്ചയാണ്, ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ബദരീങ്ങളെ എന്നുള്ള ആ ഒരു വിളി നമ്മളുടെ മനസ്സാന്തരങ്ങളിൽ എപ്പോഴും ഉണ്ടാകണം. എത്ര കാലങ്ങൾ അധപ്പതനങ്ങൾ, അരുതായ്മകൾ ഈ ലോകത്ത് കൂപ്പുകുത്തുമ്പോൾ, ഈ ലോകത്ത് കൊടികുത്തി വാഴുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ കാരണവന്മാർ, നമ്മുടെ വല്യമ്മമാർ, ഉമ്മമാർ പറഞ്ഞിരുന്ന എന്ത് വിഷമങ്ങളും എന്ത് പ്രയാസങ്ങളും എന്ത് സന്തോഷം ഉണ്ടാവുമ്പോഴും എൻ്റെ ബദരീങ്ങളെ എന്നുള്ള ആ ഒരു മനസ്സിൽ തട്ടിയുള്ള വിളി നമ്മളുടെ പ്രപഞ്ചത്തിൽ അലയടി തീർക്കണം. അത് ആ ഒരു വിളി മാനുപോകാൻ പാടില്ല. അങ്ങനെ ബദരീങ്ങളെ അയവിറക്കുന്ന, ബദരീങ്ങളെ സ്മരിക്കുന്ന, ബദരീങ്ങളെ ഓർമ്മിക്കുന്ന ആ ഒരു ബദർ ദിനമാണ് റമദാനിൻ്റെ 17-ാം രാവ്. അപ്പോൾ തകൃതിയായിക്കൊണ്ട് ഞങ്ങളെ എല്ലാ നാട്ടിലും ഉള്ളതുപോലെ തന്നെ ഞങ്ങളെ നാട്ടിലും കൊന്നാരം മമ്പഉലുൽ മദ്രസ ജുമാഅത്ത് പള്ളി അതിൻ്റെ കീഴിൽ ഞങ്ങളും ഇതാ തകൃതിയായിക്കൊണ്ട് പ്രവർത്തനം സജീവമായിക്കൊണ്ട് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കാരണവന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഇതിനു വേണ്ടി ഹരോരാത്രം പരിശ്രമിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ബദരീങ്ങളുടെ ഒരു കാവലും ഒരു തുണയും എപ്പോഴും ജീവിതത്തിൻ്റെ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകൾ. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ മൗലിദ് പരിപാടിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എല്ലാവരോടും സ്നേഹം മാത്രം. ഇനിയും നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നു.